സകലമാന ദുനിയവി വാതിലുകളും അവന്റെ മുന്നിൽ അല്ലാഹു തുറന്നു കൊടുക്കുമത്രേ. എങ്ങോട്ട് തിരിഞ്ഞാലും പണമാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും വിഭവങ്ങളാണ്. ദാരിദ്ര്യത്തെ ഭയപ്പെടേണ്ടതില്ല, ദാരിദ്ര്യത്തെ മണക്കേണ്ടതില്ല. അവൻ എവിടേക്ക് പോയാലും സമ്പത്തിന്റെ കൂമ്പാരമാ. ഫതഹ ലഹും ഔ ഫതഹ അലൈഹിം, അവന് വേണ്ടി അവന്റെ മുന്നിൽ ആകാശഭൂമിയുടെ ബർക്കത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുകയാണ്. ഇദാ ഫരിഹൂ ബിമാ ഊതു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് കൊടുത്ത സമ്പത്ത് അവൻ അല്ലാഹുവിനെ മതിമറന്ന് സുഖിച്ച് രസിച്ച് രമിച്ച് കഴിയുമ്പോ പടച്ച തമ്പുരാന്റെ തീരുമാനം വരികയാ. അഖദ്നാഹും ബഗ്താ ഫഇദാ ഹും മുബ്ലിസൂൻ, അവൻ അറിയാത്ത വഴികളിലൂടെ ഒരൊറ്റ പിടി പടച്ചവൻ അവനെ പിടിക്കുകയാണ്. ഒരു ഭാഗം തളർന്നു പോവുകയാണ്, അവൻ കുഴഞ്ഞു വീഴുകയാണ്, സ്ട്രോക്ക് സംഭവിക്കുകയാണ്, അവന്റെ ബ്ലഡ് കോട്ടാവുകയാണ്, അവന്റെ വാൽവ് അടഞ്ഞു പോവുകയാണ്, അവൻ കുഴഞ്ഞു വീഴുകയാണ്, അവന്റെ സകലമാന സാമ്പത്തിക മേഖലകളും തകർന്നു പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവനെ ആശുപത്രിയിൽ എത്തിക്കുകയാ, വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഡോക്ടർ പറയുന്നു, ഞങ്ങൾക്ക് പരിശ്രമിക്കാനേ കഴിയുകയുള്ളൂ, നിങ്ങൾ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. ദിവസങ്ങളോളം ആശുപത്രി ബില്ല് അധികമായി വരികയാണ്. ലക്ഷക്കണക്കിന് ബില്ലാണ്. ഒരു മാസമോ 2 മാസമോ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ സാമ്പത്തികത്തിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, ഇതാ കൈകൾ രണ്ടും മലർത്തി കാട്ടിക്കൊണ്ട് വൈദ്യശാസ്ത്രജ്ഞർ പറയുകയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്, സോറി ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. എന്ത് സമ്പാദിച്ചു, എന്ത് കൊണ്ടുപോയി, ആർക്ക് ഗുണപ്പെട്ടോ? ആശുപത്രിക്കാരൻ 2 നില കെട്ടാനുള്ള പണം ഇവന്റെ വാൽവിലൂടെ കൊയ്തെടുത്തു അത്രേ, ഇവന്റെ ഞരമ്പിലൂടെ പറിച്ചെടുത്തു അത്രേ. ഇവന്റെ സ്ട്രോക്കിലൂടെ അവർ സമ്പാദിച്ചത് ഹോസ്പിറ്റലിന്റെ മണിമാളികകളാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വെറുതെയാണോ? 1000 വർഷങ്ങൾക്ക് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് പറഞ്ഞ സത്യമല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിൽ ഒരാൾക്ക് തുറന്നു കൊടുക്കുന്നത് കണ്ടാൽ നിങ്ങൾ നോക്കിയിട്ട് ദുഃഖിക്കരുതേ, നിങ്ങൾ നോക്കിയിട്ട് പ്രയാസപ്പെടരുതേ, നിങ്ങൾ നോക്കിയിട്ട് അസൂയപ്പെടരുതേ. നബിയുനാ റസൂലുള്ളാഹ് ഒരിക്കലും ബഹുമാനപ്പെട്ട സഹാബാക്കൾ, പട്ടിണി പാവങ്ങളായ സഹാബാക്കൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സഹാബാക്കൾ, തന്റെ മക്കൾക്കും ഭാര്യമാർക്കും കുടുംബക്കാർക്കും ഭക്ഷണം കൊടുക്കാൻ പോലും വഴിയില്ലാത്ത സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ഓടി വരികയാണ്. നബി തങ്ങളോട് ആവലാതിപ്പെടുകയാ, യാ റസൂലല്ലാഹ്, ഞങ്ങൾ അവിടുത്തെ ഭൃത്യന്മാരാണ്, അവിടുത്തെ നിഴലാണ്, അവിടുത്തെ സന്തത സഹചാരികളാണ് നബിയേ. ഞങ്ങൾ പട്ടിണിയിലാണ് നബിയേ, അരുത പട്ടിണിയിലാണ് നബിയേ, ഉടുതുണിക്ക് മറുതുണിയില്ല നബിയേ. പരിശുദ്ധ ഇസ്ലാമിക നിയമങ്ങൾക്ക് പരിപൂർണമായി വിധേയരായ ഞങ്ങൾ പട്ടിണിയിലാണ് നബിയേ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? സമ്പത്തിന് ബർക്കത്തുണ്ടാകാൻ ദുആ ചെയ്യുമോ നബിയേ? സമ്പത്തും ആട്ടിൻ പറ്റങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും അധികരിക്കാൻ അങ്ങ് ദുആ ചെയ്യുമോ നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആവലാതിപ്പെട്ടുകൊണ്ട് വേവലാതിപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പാവപ്പെട്ട സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ വീണ്ടും പറയുകയാണ്, അബൂജഹൽ കൊടികുത്തി വാഴുകയല്ലേ ഹബീബേ. പരിശുദ്ധ ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കൊയ്തെടുക്കാൻ വെമ്പൽ കൊള്ളുന്നവനാണ്. ഉത്ബത്തിദാ കൊടികുത്തി വാഴുകയാണ്, ശൈബത്തിദാ സ്വർണത്തിന്റെ ഊഞ്ഞാലിൽ ആടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെയും പരിശുദ്ധമായ ദീനിനെയും തകർക്കാൻ വന്ന ബദ്ധവൈരികൾ ഇതാ സ്വർണത്തിന്റെ പാത്രത്തിൽ വെള്ളത്തിന്റെ കയ്യിൽ കൊണ്ട് കഞ്ഞി കോരി കുടിക്കുകയാണ്. ഞങ്ങൾ പട്ടിണിയിലാണ് നബിയേ, ഞങ്ങൾ പട്ടിണിയിലാണ് നബിയേ. ഞങ്ങളുടെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂല് മൗനം ദീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സഹാബാക്കൾക്ക് എന്ത് മറുപടിയാണ് പറയാൻ കഴിയുക? അല്പസമയം ഇതാ ആകാശ ലോകത്ത് നിന്ന് സന്ദേശവുമായി വരികയാണ്. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്ന് ഓതി കൊടുക്കുകയാണ്. നബിയേ പറയൂ നബിയേ, ഈ സഹാബാക്കളുടെ വേദനയ്ക്ക് പരിഹാരം കാണൂ നബിയേ, അവരുടെ കണ്ണുനീരൊപ്പിയെടുക്കൂ നബിയേ. അല്ലാഹു സന്ദേശം ഇതാ അറിയിച്ചിരിക്കുകയാണ്. ഇതാ رأيت الله عز وجل يعطي العبد من الدنيا على معاصيه ما يحب ويرضى فإنما هو استدراج. تلا رسول الله صلى الله عليه وسلم فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم മുബ്ലിസൂൻ. പരിശുദ്ധ പ്രവാചകൻ ജിബ്രീലിന്റെ നാവിലൂടെ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പാവപ്പെട്ട സഹാബാ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സഹാബാ, വീടില്ലാത്ത സഹാബാ, ഉണക്കറൊട്ടി കൊണ്ട് ജീവിക്കുന്ന സഹാബാ, കണ്ടം വെച്ച വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന സഹാബാ, അല്ലാഹുവിന്റെ റസൂൽ അവരുടെ കണ്ണുനീരൊപ്പിയെടുത്തുകൊണ്ട് നബി തങ്ങൾ അവർക്ക് സാന്ത്വനത്തിന്റെ വാക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇദാ റഅയ്തല്ലാഹ അസ്സ വജല്ല യുഅതിൽ അബ്ദ മിനദ് ദുനിയാ അലാ മആസിഹി മാ യുഹിബ്ബു വയർളാ. ദുനിയാവിൽ അഹങ്കാരിക്കും ധിക്കാരിക്കും നമസ്കാരമില്ലാത്തവനും പലിശക്കാരനും കൊള്ളപ്പലിശക്കാരനും വ്യഭിചാരിക്കും മദ്യപാനികൾക്കും തെമ്മാടികൾക്കും അല്ലാഹു ദുനിയാവിൽ സകലമാന സാമ്പത്തിക അനുഗ്രഹങ്ങൾ നൽകുന്നത് കണ്ടാൽ ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അത് പടിപടിയായി അവനെ പരീക്ഷിക്കലാണ് സഹാബ.